ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പോൾ സുയ്യാൻ പറയുന്ന ഇത് കാണിച്ച് തരാം എങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 കരണ്ടിയിൽ പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിക്കാൽ വറുത്തേക്ക് കുറച്ച് ചൂട് ഇത് ഒരു മണം വരുമല്ലോ, പച്ച ചോയ പോകുന്ന മാതിരി. ചിലവർ വറുക്കാണ്ടും ചെയ്യും. അപ്പോൾ ഇത് ഞാനൊന്ന് വറുക്കുന്നുണ്ട്. വറുത്തിട്ട് അതിൻ്റെ ശേഷം ഒന്ന് തണ്ണീത്ത് വെള്ളം ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് കുക്കറിലാക്കുക. ഇപ്പോൾ നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിനെ കുക്കറിലാക്കിയിട്ട് അത് കുറച്ച് നനവ് ഫുള്ള് അത് ക്ലോസ് ആകുന്ന അളവിന് തണ്ണി ഒഴിച്ചാൽ മതി കേട്ടോ. ജാസ്തി ഒഴിക്കണ്ട. ജാസ്തി ഒഴിച്ചാൽ പിന്നെ അതിനെ വടിയെട്ടി എടുക്കേണ്ടി വരും. ഇതിപ്പോൾ അതേ കരണ്ടിയിൽ ഒരു പച്ചപ്പയറിന് ഒരു കരണ്ടി ഇത് കരിപ്പട്ടിയോ അല്ലെ വെല്ലമോ നിങ്ങളുടെ അടുത്ത് എന്താണ്ട് അതിട്ടോ. അപ്പോൾ ഇതിന് ഒന്നുകൂടെ 1.5 ഇടാം. മധുരം ജാസ്തി വേണമെങ്കിൽ 1.5 ഇട്ടോ കേട്ടോ. ഇപ്പോൾ തേങ്ങ അതേപോലെ ഓരോരോ കരണ്ടി, ഇതിന് ഒരു കരണ്ടി തേങ്ങ അതേ സൈസിന്. ഇപ്പോൾ ഇത് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം അതൊന്ന് ഇത് ചെയ്തേക്ക്. ചായ അരിക്കുന്ന അരിപ്പല്ല, അതുപോലത്തെ അരിപ്പ് എടുത്തിട്ട് ഒന്ന് അരിച്ച് കയ്യിൽ മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാനാണ്. നല്ല പാഗ് അങ്ങനെ കമ്പിപ്പാത് അങ്ങനെയൊന്നും ചെയ്യേണ്ട, വെറുതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ആ ചൂട്ട് ഇതിലെ തേങ്ങ നമ്മൾ അതിലിട്ടിട്ട് ഒന്ന് വറുത്തേക്ക്. അപ്പോൾ തേങ്ങൻ്റെ പച്ച ചൊയയും പോകും. നമുക്ക് ഒരു ദിവസം 2 ദിവസം വെച്ചാൽ വെടക്കാവില്ല, അല്ലെങ്കിൽ തേങ്ങൻ്റെ പാലുണ്ടാവില്ല, അതുകൊണ്ട് വെടക്കായിപ്പോവും. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ അത് പതക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ നനവെല്ലാം പോകും. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ പച്ചപ്പയർ വെന്ത് കഴിഞ്ഞ് ഇതുപോലെ വെന്തിരിക്കണം. ഓക്കെ, അമർത്തി നോക്കിയാൽ കാണുന്നില്ല, ഇതാകും. ഇത് മൈദപ്പൊടിയാണ്. 2 കരണ്ടി, അതേ കരണ്ടിയിൽ 2 കരണ്ടി മൈദപ്പൊടി, ഒരു കരണ്ടി അരിപ്പൊടി, കുറച്ച് ലേശം ഉപ്പിട്ട് ഒരു പിഞ്ച്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കുക. അതൊന്ന് ഡിപ്പ് ചെയ്യാനാണ് ഈ സുയ്യ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് അതിലിടാൻ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഈ ഇതിൽ മതി, ഈ സ്റ്റേജ് മതി, ജാസ്തി വെള്ളം ഉണ്ടാകരുത്. ഇങ്ങനത്തെ സ്റ്റേജിൽ ഒന്ന് ഇതാക്കിക്കളി, കുഴച്ച് വെച്ചോ. ഇപ്പോൾ ഇതൊന്ന് നല്ലോണം ആ കരണ്ടി കൊണ്ട് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ അതെല്ലാം നല്ലോണം സ്മാഷായി കിട്ടും, അതായത് പൊളിഞ്ഞ് കിട്ടും. ഇങ്ങനെ ഇതാക്കിയിട്ട് എന്നിട്ട് നമ്മൾ തേങ്ങയെല്ലാം ഇട്ടില്ലേ ആ ശർക്കര പാനിയിൽ അതിൽ ഇതിട്ടേക്ക് ഈ പച്ചപ്പയർ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക്. തേങ്ങ, പച്ചപ്പയർ, അതിൽ ഒരു നുള്ള് ഉപ്പിടണം കേട്ടോ. എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ള് ഉപ്പിടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇത് ഇട്ടിട്ട് എല്ലാം ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോകുന്ന മാതിരി ആക്കിക്കോ. അതിൻ്റെ ശേഷം പിന്നെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറട്ടെ. കുറച്ച് തണിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ലഡു പോലെ ഉരുട്ടാൻ പറ്റും. അതിനുകൊണ്ട് കുറച്ച് എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം ചൂടാറിയിട്ട് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബോൾസ് പോലെ ആക്കിക്കോ. നിങ്ങളെ സൈസ് ചെറുതോ വലുതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് ഉരുട്ടിയിട്ട് നമ്മൾ മൈദപ്പൊടി കലക്കി വെച്ചിട്ടില്ലേ അതിലൊന്ന് ഡിപ്പ് ചെയ്തേക്ക്. അതിലിട്ടിട്ട് ഇങ്ങനെ എല്ലാം ഉരുട്ടി വെച്ചേക്കാം ആദ്യം. എന്നിട്ട് പിന്നെ അതിലിട്ടു. പിന്നെ ഒരു നോൺ സ്റ്റിക്കോ അല്ലേ നമ്മളെ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായതിൻ്റെ ശേഷം ഈ മൈദയിൽ ഡിപ്പ് ചെയ്ത ഈ സുയ്യ വന്നിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചോ. ഇപ്പോൾ ഇത് പച്ചപ്പയർ വന്നിട്ട് എപ്പോഴും ചൂട്ടിന് നല്ലതാണ്, തണുപ്പാണ് പച്ചപ്പയർ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇത് കൊടുക്കുന്നത് ബെസ്റ്റാണ്, നല്ലത്. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് അതിൽ എണ്ണയിലിട്ടിട്ട് എടുത്താൽ മതി. ഈ സൈഡ് പൊരിഞ്ഞതിൻ്റെ ശേഷം ആ സൈഡ് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും പൊരിച്ച് എടുത്തേക്ക്. ഈസിയാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂൾ ലീവല്ല, ഓരോന്നിങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതൊരു നല്ല ഇതല്ലേ. ഇപ്പോൾ ഈ സൈഡ് വെന്ത് കഴിഞ്ഞ് ഇനി മറ്റേ സൈഡും വെന്ത്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ കമൻസ് എല്ലാം എഴുതിയായിരിക്കും. ഓക്കെ.